കേരളം അടിസ്ഥാന വിവരങ്ങൾ. കേരളത്തിൻ്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 15,005 ചതുരശ്ര മൈൽ. കേരളത്തിൻ്റെ വിസ്തൃതി ചതുരശ്ര കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 38,863, ചതുരശ്ര മൈലിലാണെങ്കിൽ 15,005. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. അപ്പോൾ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ 21ാം സ്ഥാനത്താണ് കേരളം. തേർഡ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭൂവിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം 1.18%. അപ്പോൾ ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1.18% കേരളം. ഫോർത്ത് ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 590 കിലോമീറ്റർ എന്നാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ഇതിന് ആൻസർ ചെയ്യണം. അപ്പോൾ തീരദേശ ദൈർഘ്യം 580 അല്ലെങ്കിൽ 590 കിലോമീറ്റർ. നെക്സ്റ്റ്, തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യം ഭൂട്ടാൻ. അപ്പോൾ കേരളത്തിന് സമാനമായ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഭൂട്ടാൻ. ഇനി കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം. വടക്ക് അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേ. അപ്പോൾ കേരളത്തിൻ്റെ അക്ഷാംശീയ സ്ഥാനം വടക്ക് അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റിനും 12 ഡിഗ്രി 47 മിനിറ്റിനും മധ്യേയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ അക്ഷാംശീയ വ്യാപ്തി ചോദിച്ചാലോ? 8 ഡിഗ്രിയും 12 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസമായ 4 ഡിഗ്രിയാണ് അക്ഷാംശീയ വ്യാപ്തി. നെക്സ്റ്റ്, കേരളത്തിൻ്റെ രേഖാംശീയ സ്ഥാനം. കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യേ. അപ്പോൾ കിഴക്കൻ രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റിനും 77 ഡിഗ്രി 37 മിനിറ്റിനും മധ്യേയാണ് കേരളത്തിൻ്റെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 74 ഡിഗ്രിയും 77 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസമായ 3 ഡിഗ്രി. വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 9th ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗത്തെ സംസ്ഥാനം തമിഴ്നാട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം, അതായത് താഴ്ഭാഗത്തായിട്ട് വരുന്നത് തമിഴ്നാട്. ഇനി വടക്ക് കിഴക്ക് ഭാഗം, അതായത് ഏകദേശം മേൽഭാഗത്തായിട്ട് വരുന്നത് കർണാടകം. ഇനി കേരളത്തിന് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ ഏതാ? അറബിക്കടലാണ് വരുന്നത്. ഇനി കേരളത്തിന് കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കു കിഴക്ക് ഭാഗം, അതായത് ഏതാണ്ട് താഴ്ഭാഗത്തായിട്ട് തമിഴ്നാട്, വടക്ക് കിഴക്ക് ഭാഗം മേൽഭാഗത്ത് കർണാടകം, പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ, കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76. അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% ആളുകളും കേരളത്തിലുള്ളവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. ഏതൊക്കെയാണത്? മാവേലിക്കര, ആലത്തൂർ. അപ്പോൾ കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണ് മാവേലിക്കര, ആലത്തൂർ. ഇനി കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. അപ്പോൾ കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ഇനി പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 14 എണ്ണം. ഓരോ ജില്ലയിലും ഓരോന്ന് വീതം. അപ്പോൾ കേരള നിയമസഭയിലെ ആകെയുള്ള സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 16. 14 എണ്ണം പട്ടികജാതിയും 2 എണ്ണം പട്ടികവർഗവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം 87. അപ്പോൾ കേരളത്തിൽ 87 നഗരസഭകളാണ് ഉള്ളത്. ഇനി നമുക്ക് മറ്റു നമ്പേഴ്സ് ഒന്ന് ഓർത്ത് നോക്കാം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. ഇനി താലൂക്കുകളാണെങ്കിലോ 77. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ജില്ലാ പഞ്ചായത്തുകൾ 14.
അപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ജില്ലാ പഞ്ചായത്ത് 14, താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്കാണെങ്കിലോ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം, ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയാണെങ്കിലോ വയനാട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം, കുറവാണെങ്കിൽ വയനാട്. നെക്സ്റ്റ്, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. അപ്പോൾ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട്. ഇനി പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. അപ്പോൾ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലാണ് ചോദിക്കുന്നതെങ്കിൽ പാലക്കാട്, പട്ടികജാതിക്കാർ ഏറ്റവും കുറവ് വയനാട്. നെക്സ്റ്റ്, പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. വയനാട്ടിൻ്റെ 2 കാര്യങ്ങൾ പഠിച്ചു. വയനാട്ടിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവാണ്, എന്നാൽ പട്ടികവർഗക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്, പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. നെക്സ്റ്റ്, പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് പട്ടികവർഗക്കാർ ഏറ്റവും കുറവായിട്ടുള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഉയരം 2695 മീറ്റർ. ഇനി അടിയിലാണ് ചോദിക്കുന്നതെങ്കിൽ 8842 അടി. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. കേരളത്തിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല. അതിൻ്റെ ഉയരം എത്രയാണ്? 2640 മീറ്റർ. അപ്പോൾ കേരളത്തിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. ഉയരം 2640 മീറ്റർ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണെങ്കിലോ മഞ്ചേശ്വരം പുഴ. നീളം 16 കിലോമീറ്റർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. നെക്സ്റ്റ്, കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. നേരത്തെ ഏറ്റവും ചെറിയ നദി എന്ന് പറഞ്ഞത് മഞ്ചേശ്വരം പുഴയാണ്, പക്ഷേ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി, അതാകുമ്പോൾ തിരുവനന്തപുരം സൈഡിലോട്ടുള്ള ഒരു നദിയാണ് നെയ്യാർ. ഇനി കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി കാസർഗോഡുള്ള മഞ്ചേശ്വരം പുഴ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. വടക്കേ അറ്റമാണെങ്കിലോ മഞ്ചേശ്വരം പുഴ. നെക്സ്റ്റ്, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. അപ്പോൾ കേരളത്തിൽ 34 കായലുകളാണ് ഉള്ളത്. നദികളുടെ എണ്ണമാണെങ്കിലോ ഒരു 10 കൂടി കൂട്ടിയാൽ മതി, 44. അപ്പോൾ കേരളത്തിൽ 34 കായലുകളും 44 നദികളുമാണ് ഉള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം 7. അപ്പോൾ കേരളത്തിൽ 7 ശുദ്ധജല തടാകങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പാലക്കാട്. അപ്പോൾ കേരളത്തിൽ 2 റെയിൽവേ ഡിവിഷനുകളാണുള്ളത്. അത് തിരുവനന്തപുരവും പാലക്കാടുമാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കാസിയ ഫിസ്റ്റുല. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. ഇനി കണിക്കൊന്നയെ സംസ്കൃതത്തിൽ സുവർണകം, കർണികാരം എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്.
അപ്പോൾ സംസ്കൃതത്തിൽ സുവർണകം, കർണികാരം എന്നിങ്ങനെ അറിയപ്പെടുന്ന സസ്യമാണ് കണിക്കൊന്ന. ഇനി കണിക്കൊന്നയുടെ ഇംഗ്ലീഷ് പേരുകളാണ് ഗോൾഡൻ ഷവർ ട്രീ, ഇന്ത്യൻ ലബർണം. അപ്പോൾ ഗോൾഡൻ ഷവർ ട്രീ, ഇന്ത്യൻ ലബർണം എന്നിങ്ങനെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് കണിക്കൊന്നയെയാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈക്കോർണിസ്. അപ്പോൾ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈക്കോർണിസ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. അപ്പോൾ മറക്കരുത്, കേരളത്തിൻ്റെ മാത്രമല്ല അരുണാചൽ പ്രദേശിൻ്റെയും ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെയും ഗോവയുടെയും സംസ്ഥാന വൃക്ഷം തെങ്ങ്. ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. അപ്പോൾ കേരളത്തിൻ്റെയും ഗോവയുടെയും സംസ്ഥാന വൃക്ഷം തെങ്ങ്. ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നാണ് തെങ്ങ് അറിയപ്പെടുന്നത്. ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. കേരളം നാളികേര വർഷമായി ആചരിച്ചത് 2008. ഇനി നാളികേര ദിനം സെപ്റ്റംബർ 2. അപ്പോൾ 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നാണ് തെങ്ങ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. കേരളം നാളികേര വർഷമായി ആചരിച്ചത് 2008. പിന്നെ നാളികേര ദിനം സെപ്റ്റംബർ 2. നെക്സ്റ്റ്, കേരളം, കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക മൃഗം ഏഷ്യൻ ആന. അപ്പോൾ കേരളത്തെ കൂടാതെ കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക മൃഗമാണ് ഏഷ്യൻ ആന. ആനകളെക്കുറിച്ചും പരിപാലന രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥമാണ് ഹസ്ത്യായുർവേദം. എഴുതിയത് പാലകാപ്യം മുനി. അപ്പോൾ ആനകളെക്കുറിച്ചും പരിപാലന രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഹസ്ത്യായുർവേദം. രചിച്ചത് പാലകാപ്യം മുനി. കേരളത്തിലെ നാട്ടാന പരിശീലന കേന്ദ്രം കോട്ടൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രമാണെങ്കിലോ കോടനാട്, എറണാകുളം. അപ്പോൾ നാട്ടാന പരിശീലന കേന്ദ്രം കോട്ടൂർ, തിരുവനന്തപുരം. ആന പരിശീലന കേന്ദ്രം കോടനാട്, എറണാകുളം. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1992. പ്രോജക്റ്റ് ടൈഗർ ആണെങ്കിലോ 1973. അപ്പോൾ പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത് 1992, പ്രോജക്റ്റ് ടൈഗർ 1973. ഗജദിനം ഒക്ടോബർ 4. അപ്പോൾ ഗജദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 ആണ്. ഇനി ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം, പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ടയിലെ ഗവി മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ്. ഇനി കരിമീൻ അറിയപ്പെടുന്നത് പേൾ സ്പോട്ട് എന്നാണ്. അപ്പോൾ പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്ന മത്സ്യമാണ് കരിമീൻ. കരിമീൻ്റെ ഇംഗ്ലീഷ് നാമം ഗ്രീൻ ക്രോമൈഡ്. അപ്പോൾ പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്ന മത്സ്യം കരിമീൻ. കരിമീൻ്റെ ഇംഗ്ലീഷ് നാമം ഗ്രീൻ ക്രോമൈഡ്. ഇനി കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചത് 2010-11. അപ്പോൾ കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചത് 2010-11. നെക്സ്റ്റ്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഔദ്യോഗിക ഫലം ചക്ക. ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫൈലസ്. അപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഔദ്യോഗിക ഫലമാണ് ചക്ക. ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെറ്ററോഫൈലസ്. പനസം എന്നറിയപ്പെടുന്നത് ചക്കയെയാണ്. അപ്പോൾ ചക്കയെ പനസം എന്നും അറിയപ്പെടാറുണ്ട്. ഇനി കേരള സർക്കാർ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21.
അപ്പോൾ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2018 മാർച്ച് 21. നെക്സ്റ്റ്, കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണ്? ജയ ജയ കോമള കേരള ധരണി. രചിച്ചത് ബോധേശ്വരൻ. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള ധരണി രചിച്ചത് ബോധേശ്വരൻ. ഇത് സാംസ്കാരിക ഗാനമായി ആചരിച്ചു തുടങ്ങിയത് 2014 മുതലാണ്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം ഏതാണ്? ഓണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഓണത്തെ ഔദ്യോഗിക ഉത്സവമായി ആചരിച്ചു തുടങ്ങിയ വർഷം 1961. അപ്പോൾ 1961 മുതലാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമായി ഓണം ആചരിച്ചു തുടങ്ങിയത്. നെക്സ്റ്റ്, ഓണത്തിന് അതായത് തിരുവോണത്തിന് കേരളത്തെ കൂടാതെ അവധിയുള്ള സംസ്ഥാനം മിസോറാം. അപ്പോൾ തിരുവോണ ദിവസത്തിൽ കേരളത്തിലും മിസോറാമിലും അവധിയാണ്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ. അപ്പോൾ ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം. ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പാപ്പിലിയോ ബുദ്ധ. 2018 നവംബർ 12 ബുദ്ധമയൂരിയെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഔദ്യോഗിക ഉഭയജീവി പാതാളത്തവള. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക ഉഭയജീവി ഏതാണ്? പാതാളത്തവള. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? MT വാസുദേവൻ നായർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013 മെയ് 23. അപ്പോൾ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്? 2013 മെയ് 23. അതുകൊണ്ട് 2013 മുതൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 1. അപ്പോൾ 2013 മുതൽ നവംബർ 1 ശ്രേഷ്ഠ ഭാഷാ ദിനമായാണ് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. അപ്പോൾ കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. ഇനി കേരള നിയമസഭയെ ആരംഭിച്ച ടെലിവിഷൻ ചാനലാണെങ്കിലോ സഫ TV. അത് ഉദ്ഘാടനം ചെയ്തത് ഓം ബിർള. അപ്പോൾ കേരള നിയമസഭ ആരംഭിച്ച ടെലിവിഷൻ ചാനൽ സഫ TV, ഉദ്ഘാടനം ചെയ്തത് ഓം ബിർള. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം. ഇനി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ നഗരൂർ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ തമ്പാനൂർ. അപ്പോൾ കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ നഗരൂർ, തിരുവനന്തപുരം, കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ. ഇനി കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര. അപ്പോൾ കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകര. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കോഴിക്കോട്. ഇനി കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. ഇനി കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചി. ഇനി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളത്. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികം, അതായത് 250 അടി ഉയരമുള്ള ഭൂപ്രകൃതിയാണ് മലനാട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിലധികവും അഥവാ 250 അടിയിൽ അധികം ഉയരമുള്ള ഭൂപ്രദേശമാണ് മലനാട്. ഇനി കേരള ഭൂപ്രകൃതിയുടെ 48% മലനാടാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും വിസ്തൃതിയിലുള്ള ഭൂവിഭാഗമാണ് മലനാട്.
അതിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ 18,653 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വിസ്തൃതിയിലുള്ള ഭൂവിഭാഗമാണ് മലനാട്. വിസ്തൃതി 18,653 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ, അതായത് 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ, അഥവാ 25 അടി മുതൽ 250 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശം ഇടനാട്. കേരള ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ്. നേരത്തെ മലനാട് എത്ര ശതമാനമായിരുന്നു? 48%. ഇവിടെ ഇടനാട് 42%, അതായത് 16,230.5 ചതുരശ്ര കിലോമീറ്ററാണ് ഇടനാടിൻ്റെ വിസ്തൃതി. ഓക്കെ, അപ്പോൾ ഇടനാടിൻ്റെ വിസ്തൃതി എത്രയാണ്? 16,230.5 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ, അതായത് 25 അടി വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. കേരളത്തിൻ്റെ 10% തീരപ്രദേശം ഉൾക്കൊള്ളുന്നത്, അതായത് 3,979 ചതുരശ്ര കിലോമീറ്ററാണ് തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യം. അപ്പോൾ കേരളത്തിൻ്റെ 10% തീരപ്രദേശം. അപ്പോൾ ആദ്യം തൊട്ട് പറഞ്ഞാൽ മലനാട് 48%, ഇടനാട് 42%, തീരപ്രദേശം 10%. ഇനി വിസ്തൃതി ചോദിച്ചാൽ 3,979 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മഴക്കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അതിൻ്റെ മറ്റു പേരുകളാണ് ഇടവപ്പാതി, കാലവർഷം. നെക്സ്റ്റ്, കേരളത്തിൻ്റെ നൈൽ എന്ന് അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള എന്നും ഭാരതപ്പുഴ അറിയപ്പെടാറുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ, മറ്റൊരു പേര് നിള. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പെരിയാർ. അപ്പോൾ പെരിയാർ പ്രാചീന കാലത്ത് ചൂർണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ. അപ്പോൾ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ വിശേഷണങ്ങൾ ഏതൊക്കെയായിരുന്നു? കേരളത്തിൻ്റെ നൈൽ, നിള. നെക്സ്റ്റ്, പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പ. പമ്പയെ ദക്ഷിണ ഭാഗീരഥി എന്നും അറിയപ്പെടാറുണ്ട്. പ്രാചീന കാലത്ത് പമ്പ അറിയപ്പെട്ടിരുന്ന പേരാണ് ബാരിസ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. നെക്സ്റ്റ്, ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. അപ്പോൾ ചാലിയാറിൻ്റെ വിശേഷണമാണ് ബേപ്പൂർ പുഴ. ഇനി സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാറിൻ്റെ തീരം. അപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് നിന്നാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. അപ്പോൾ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി. നമുക്കറിയാം, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. ചെറുത് പാമ്പാർ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഇടുക്കി അണക്കെട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്, സ്ഥിതി ചെയ്യുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിൽ. ഇനി ഇടുക്കി ഡാമിൻ്റെ സ്ഥാപിത ഉൽപാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ സ്ഥാപിത ഉൽപാദന ശേഷിയാണ് 780 മെഗാവാട്ട്. ഇനി ഇടുക്കി ഡാം നിർമ്മിക്കുന്നതിന് സഹകരിച്ച രാജ്യം കാനഡ. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമാണ് കാനഡ. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? പെരിയാർ. അപ്പോൾ പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണി അണക്കെട്ട്. അപ്പോൾ ശിരുവാണി അണക്കെട്ടാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1976. അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ
അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത് 1976. ആരാണ്? ഇന്ദിരാഗാന്ധി. കേരളത്തിലെ തെക്കേ അറ്റത്തെ അണക്കെട്ട് നെയ്യാർ അണക്കെട്ട്. അപ്പോൾ കേരളത്തിലെ തെക്കേ അറ്റത്തെ അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട്. ഇനി അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. അപ്പോൾ അരുവിക്കര ഡാം കരമനയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. അപ്പോൾ കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. ഇനി ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതോ ഇടുക്കി ജില്ല. അപ്പോൾ കക്കി അണക്കെട്ട് പത്തനംതിട്ട ജില്ല, ആനയിറങ്കൽ അണക്കെട്ട് ഇടുക്കി ജില്ല. ഇനി ഭൂതത്താൻ കെട്ടാണെങ്കിലോ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ, ജില്ല എറണാകുളം. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ പെരിയാർ, ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ എറണാകുളം.